നമസ്കാരം. ഇന്നത്തെ വീഡിയോ പശുവിനെക്കുറിച്ചുള്ള രസകരമായ ചില അറിവുകളാണ്. ഒരു പശുവിന് എത്ര പല്ലുകൾ ഉണ്ട്? ഉത്തരം 32. പശുവിൻ്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട്? ഉത്തരം 4. പശുവിൻ്റെ ആമാശയത്തിലെ 4 അറകളുടെ പേരെന്ത്? റൂമൻ, റെട്ടിക്കുലം, ഒമാസം, അപോമാസം എന്നിവയാണ് ആമാശയത്തിലെ 4 അറകൾ. ഒരു പശു അയവെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വൈക്കോൽ, പുല്ല്, ഇലകൾ തുടങ്ങിയ ആഹാരപദാർത്ഥങ്ങൾ വളരെ വേഗത്തിൽ കഴിക്കുന്ന സ്വഭാവമാണ് പശുവിനുള്ളത്. പിന്നീട് വിശ്രമ സമയത്ത് കഴിച്ച ഭക്ഷ്യവസ്തുക്കൾ ആമാശയത്തിൻ്റെ 1ാമത്തെ അറയായ റൂമനിൽ നിന്നും വായിലേക്കെടുത്ത് നന്നായി ചവച്ചരച്ച് വീണ്ടും അകത്താക്കുന്നു. ഇത്തരത്തിൽ രണ്ടാമതായി ചവച്ചരയ്ക്കുന്ന പ്രക്രിയയെ അയവെട്ടുക എന്ന് പറയുന്നു. ഓരോ അയവെട്ടലിൻ്റെയും സമയദൈർഘ്യം എത്രയാണ്? അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ. ഒരു പശു ദിവസത്തിൽ എത്ര പ്രാവശ്യം അയവെട്ടും? 10 മുതൽ 15 പ്രാവശ്യം വരെ. പശുക്കൾക്ക് ചോറ്, കഞ്ഞി, പായസം തുടങ്ങിയവ നൽകിയാൽ എന്ത് പ്രശ്നമാണ് സംഭവിക്കുക? പശുവിൻ്റെ ആമാശയത്തിലെ ആദ്യ അറയായ റൂമനിൽ ഓക്സിജൻ ലഭ്യമല്ല. ഓക്സിജൻ്റെ അഭാവത്തിൽ ഉപകാരികളായ ബാക്ടീരിയ, പ്രോട്ടോസോവ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ വളരുന്നുണ്ട്. ഇവ കൂടാതെ റൂമനിൽ ക്ഷാരാംശമോ അമ്ലാംശമോ ഇല്ലാത്ത ന്യൂട്രൽ ദ്രാവകവും ഉണ്ട്. പശുക്കൾക്ക് ചോറ്, കഞ്ഞി, പായസം, പഴകിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്നിവ നൽകിയാൽ അസിഡിറ്റി ഉണ്ടാവുകയും ഈ സൂക്ഷ്മാണുക്കൾ നശിച്ചു പോവുകയും തുടർന്ന് റൂമനിലെ ദഹനപ്രക്രിയയ്ക്ക് തടസ്സം സംഭവിക്കുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ ചോറ് അധികം കഴിച്ച നിമിത്തം പശു മരണപ്പെട്ട കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പശുവിൻ്റെ ഗർഭകാലം എത്ര? പശുവിൻ്റെ ഗർഭകാലം 9 മാസമാണ്. അതായത് 279 ദിവസം മുതൽ 292 ദിവസം വരെയാണ് എടുക്കുന്നത്. കൃത്യമായും നിശ്ചിതമായും ഒരു സമയം പറയുവാൻ ബുദ്ധിമുട്ടാണ്. പല പശുക്കൾക്കും വ്യത്യസ്തമായ ദിനങ്ങളാണ് അവയുടെ ഗർഭകാലമായി വരാറ്. പശുവിൻ്റെ കാഴ്ചയുടെ പ്രത്യേകത എന്ത്? മനുഷ്യരുടേതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ദൃഷ്ടികോണാണ് പശുക്കളുടേത്. മനുഷ്യർക്ക് നേരെ മുന്നിലുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം. കഴുത്ത് അല്പം തിരിച്ചാൽ വശങ്ങളിലേതും. എന്നാൽ പശുവിൻ്റെ തലയുടെ ഇരുവശങ്ങളിൽ ആയിട്ടാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. ആയതിനാൽ ഏകദേശം 330 ഡിഗ്രി കോണളവിൽ പശുവിനെ കാണുവാൻ കഴിയും. മാത്രമല്ല കഴുത്ത് തിരിച്ചാൽ ഏകദേശം പിൻഭാഗം കാണാനായി സാധിക്കുന്നതാണ്. അതായത് തൊട്ടു പിന്നിലുള്ള ഭാഗം ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ കൃത്യമായി കാണാനായി കഴിയും. ഒരു പശു പ്രായപൂർത്തി ആയി എന്ന് എപ്പോഴാണ് പറയുന്നത്? ആദ്യമായി മതി ഉണ്ടാകുന്ന പ്രായത്തിനാണ് പ്രായപൂർത്തി എന്ന് പറയുന്നത്. ഒരു പശുവിൻ്റെ മതിചക്രം എന്നാൽ എന്താണ്? അതിൻ്റെ കാലയളവ് എത്ര? അടുപ്പിച്ചടുപ്പിച്ചുള്ള 2 മതികൾ തമ്മിലുള്ള ഇടവേളയാണ് മതിചക്രം. പശുക്കളിൽ ഇത് 21 ദിവസമാണ്. എന്നാൽ സാധാരണയായി ഇത് 18 ദിവസത്തിനും 24 ദിവസത്തിനും ഉള്ളിലായിട്ടാണ് പശുക്കളിൽ കണ്ടുവരാറുള്ളത്. മതിചക്ര രക്തം പോക്ക് അഥവാ മെറ്റിസ്ട്രൽ ബ്ലീഡിംഗ് എന്നാൽ എന്ത്? ചില പശുക്കളിൽ മതി അവസാനിച്ചതിന് ശേഷം രക്തം കലർന്ന അഴുക്ക് പോകാറുണ്ട്. ഇതാണ് മെറ്റിസ്ട്രൽ ബ്ലീഡിംഗ് എന്നറിയപ്പെടുന്നത്. ഇത് എല്ലാ പശുക്കളിലും കണ്ടെന്നും വരില്ല. മതിചക്രത്തിൻ്റെ 4 ഘട്ടങ്ങൾ ഏവ? 1 പ്രോ ഈസ്ട്രസ്, 2 ഈസ്ട്രസ്, 3 മെറ്റിസ്ട്രസ്, 4 ഡൈസ്ട്രസ്. പ്രോ ഈസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഇത് മതിക്ക് തൊട്ടു മുമ്പുള്ള സമയമാണ്. ഇത് 2 മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കുന്നു. രണ്ടാമത്തെ ഘട്ടമാണ് ഈസ്ട്രസ്. ഇത് മതിക്കാലമാണ്. ഈ സമയത്താണ് കുത്തിവെപ്പ് നടത്തേണ്ടത്. പശുക്കളിൽ മതികാലത്തിൻ്റെ പരിധി എത്ര? 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെയാണ് മതികാലം നിലനിൽക്കുന്നത്. മതികാലത്തിൽ എപ്പോഴാണ് അണ്ഡവിസർജനം ഉണ്ടാവുക? മതിയുടെ 2ാമത്തെ പകുതിയിലാണ് അണ്ഡവിസർജനം ഉണ്ടാവുക.
അണ്ഡത്തിൻ്റെ പരമാവധി ആയുസ് എത്ര? അണ്ഡത്തിൻ്റെ പരമാവധി ആയുസ് 24 മണിക്കൂറാണ്. കുത്തിവയ്ക്കപ്പെടുന്ന ബീജത്തിൻ്റെ സങ്കലനശേഷി എത്ര സമയമാണ്? പരമാവധി 6 മണിക്കൂർ. മതി തുടങ്ങിയ ഉടൻ തന്നെ കുത്തിവെക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മതി തുടങ്ങിയ ഉടൻ തന്നെ കുത്തിവെച്ചാൽ അണ്ഡവിസർജനം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ബീജത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അതിനാൽ ഗർഭധാരണം നടക്കുകയില്ല. പ്രസവശേഷം എപ്പോഴാണ് പശു ആദ്യം മതി കാണിക്കുന്നത്? പ്രസവശേഷം 45 ദിവസം മുതൽ 60 ദിവസത്തിനുള്ളിൽ സാധാരണയായി പശുക്കൾ ആദ്യത്തെ മതിലക്ഷണം കാണിക്കും. ഗർഭിണി പശുക്കൾക്ക് രോഗങ്ങൾക്ക് എതിരെയുള്ള കുത്തിവയ്പ്പ് നൽകാമോ? ഗർഭിണി പശുക്കൾക്ക് കുളമ്പ് രോഗം, കുരലടപ്പൻ തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾക്കെതിരെ കുത്തിവയ്പ്പുകൾ നൽകാറുണ്ട്. എന്നാൽ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ 7 മാസത്തിന് മുകളിൽ ഗർഭിണിയായ പശുക്കളെ പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ നിന്ന് ഒഴിവാക്കാറാണ് പതിവ്. ഗർഭിണി പശുക്കളെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ത്? കുത്തിവയ്പ്പ് എടുത്തില്ലെങ്കിൽ ചില പശുക്കൾ പരിഭ്രമിച്ച് ചാടി വീണ് ഗർഭസ്ഥ ശിശുവിന് തന്നെ പ്രശ്നമുണ്ടാക്കാറുണ്ട്. അതിനാൽ ഇക്കാര്യത്തിന് മുൻഗണന കൊടുക്കേണ്ടതാണ്. ഗർഭകാലത്ത് എപ്പോഴാണ് പശുവിന് വിരമരുന്ന് കൊടുക്കേണ്ടത്? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിതമായ വിരമരുന്നുകൾ ഗർഭകാലത്ത് പശുക്കൾക്ക് നൽകാവുന്നതാണ്. പ്രസവം പ്രതീക്ഷിക്കുന്നതിന് 2-3 ആഴ്ചയ്ക്ക് മുമ്പും പ്രസവാനന്തരം ഒരാഴ്ചയ്ക്കകവും പശുക്കൾക്ക് വിരമരുന്ന് നൽകാവുന്നതാണ്. മതികാലത്ത് കുത്തിവയ്പ്പിൻ്റെ എണ്ണം കൂട്ടിയാൽ ഗർഭധാരണം നടക്കുവാനുള്ള ചാൻസ് കൂടുമോ? തീർച്ചയായും ഇല്ല. എന്നാൽ മതികാലം 24 മണിക്കൂറിൽ അധികരിക്കുകയാണെങ്കിൽ, അതായത് 2 ദിവസത്തോളം ഒക്കെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു കുത്തിവയ്പ്പ് കൂടി എടുക്കാറുണ്ട്. പശുവിൻ്റെ ശരീരത്തിലും തൊഴുത്തിലും കൊതുക് ശല്യം ഉണ്ടാകുന്നു. ഇത് എങ്ങനെ ഒഴിവാക്കാം? ഇതൊരു വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് ഒഴിവാക്കുന്നതിന് മുമ്പായി ഒരു കാര്യം, കൊതുകിനെ കുറിച്ചുള്ള ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം. കൊതുക് ആൺവർഗമുണ്ട്, പെൺവർഗമുണ്ട്. സാധാരണയായി കൊതുക് ഇലകളിലും പുല്ലുകളിലുമൊക്കെയുള്ള ഇലച്ചാറാണ് കഴിക്കുക. അവയുടെ ഭക്ഷണമായിട്ട് കഴിക്കുക ഇലച്ചാറാണ്. അങ്ങനെയിരിക്കെ പെൺകൊതുകുകൾ മുട്ടയിടാറാകുമ്പോൾ മുട്ടയിടുന്നതിന് വേണ്ടി ഇവയുടെയൊക്കെ രക്തം കുടിക്കാനായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് കാര്യം ഒരുവിധം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അതായത് പശു നിൽക്കുന്ന സ്ഥലത്ത് അഥവാ തൊഴുത്തിനടുത്ത് ഏകദേശം ഒരു 50 മീറ്ററോ അല്ലെങ്കിൽ 100 മീറ്ററോ ഒക്കെ ചുറ്റളവിലായിട്ട് ഇതുപോലെ തന്നെ പുല്ലുകളും കാട്ടുചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കൊതുകിൻ്റെ സാന്നിധ്യം വർദ്ധിക്കും. കൊതുക് ധാരാളം ഉണ്ടായിരിക്കും. കൊതുക് ധാരാളം ഉണ്ടായിരിക്കുന്നതിനനുസരിച്ച് പെൺകൊതുകുകളും ധാരാളം ഉണ്ടാകുന്നു. അപ്പോൾ വൈകുന്നേരം സമയങ്ങളിൽ പശുക്കളെയൊക്കെ നാം തൊഴുത്തിൽ കൊണ്ടുവന്നാക്കുമ്പോൾ ഈ കൊതുകുകൾ രക്തം കുടിക്കുന്നതിനായി വരുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യകാരണ ബന്ധം. താൽക്കാലികമായി ഇവയെ ഒഴിവാക്കാനായിട്ട് ചില രസായന ആയുർവേദ മാർഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ചില ലേപനങ്ങൾ, കെമിക്കൽസ് ഒക്കെ അതിൻ്റെ പുറത്ത് തെളിക്കുകയോ പുരട്ടുകയോ ഒക്കെ ചെയ്യാം. തൊഴുത്തിൽ ചില കാര്യങ്ങളൊക്കെ പുകയ്ക്കാം. ആ പുക കാരണം വേണമെങ്കിൽ കൊതുകുകൾ വരില്ല. ഈ ലേപനത്തിൻ്റെ ഗന്ധം കാരണം അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന അസ്വസ്ഥത കാരണം പശുവിൻ്റെ ശരീരത്തിലേക്ക് കൊതുക് വരാണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചില സൗണ്ട് പുറപ്പെടുവിക്കുന്ന മെത്തേഡ്സ്, ചില ലൈറ്റുകൾ, ഇലക്ട്രിക് ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് കൊതുകിനെ നമുക്ക് ഒഴിവാക്കുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ തന്നെ താൽക്കാലിക സംവിധാനങ്ങളാണ്. ശാശ്വത പരിഹാരം തൊഴുത്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ അകലത്തിൽ ആയിട്ട് ഇത്തരത്തിൽ കൊതുകിൻ്റെ ഭക്ഷണത്തിന് ആവശ്യമായ പുല്ലുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ കൊതുക് ആ സ്ഥലത്ത് തന്നെ ഉണ്ടാകില്ല. പിന്നെ ഈ അടുത്തതായി ചില കർഷകർ പറഞ്ഞ അനുഭവമാണ് മോസ്കിറ്റോ ബാറ്റ്. കൊതുകുകളെ കൊല്ലാനായിട്ടുള്ള ഇലക്ട്രിക് ബാറ്റ്, ബാറ്ററി ചാർജബിൾ ഇലക്ട്രിക് ബാറ്റ് ഉപയോഗിച്ചിട്ട് ഒരു പരിധിവരെ മെക്കാനിക്കലായിട്ട് ഉള്ള സംവിധാനം ഉപയോഗിച്ച് ഒരു ജൈവിക നിയന്ത്രണം കൊതുകിനെ നശിപ്പിക്കുന്നുണ്ട്. അതുവഴി കുറച്ചൊക്കെ കൊതുകുകൾ നശിച്ചു എന്നിരുന്നാലും പൂർണ്ണമായി നശിക്കില്ല തന്നെ. പശുവിനെ ഈച്ച ശല്യത്തിൽ നിന്നും എങ്ങനെ ഒഴിവാക്കാം? ഇത് മുൻപ് കൊതുക് പറഞ്ഞതുപോലെ തന്നെയാണ്. ഈച്ച ആ സ്ഥലത്ത് ഉണ്ടാവണമെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ള ഏതെങ്കിലും സ്ഥലത്ത്,
അല്ലെങ്കിൽ കുറേ ഏറെ അകലെയാണെങ്കിൽ പോലും മാലിന്യങ്ങൾ ഉണ്ടായിരിക്കണം. അവിടെ അത് പെറ്റുപെരുകുന്നു. തുടർന്ന് ഭക്ഷണത്തിനായി ഇത്തരത്തിലുള്ള ജീവികളുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റ് അതിന് താല്പര്യമുള്ള ജൈവിക അവശിഷ്ടങ്ങൾ ചീഞ്ഞളിഞ്ഞ സ്ഥലത്തോ എത്തിച്ചേരുന്നു. പശുവിൻ്റെ ശരീരത്തിന് അവയ്ക്ക് ഈച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തു ലഭിക്കുന്നു എന്നതിനാണ് ഈച്ച അവിടെ വരുന്നത്. അപ്പോൾ ഇതും മുമ്പ് ചെയ്ത മാതിരി ചില ലേപനങ്ങളോ അല്ലെങ്കിൽ ചില പുകയ്ക്കലുകളോ ചില വസ്തുക്കൾ വെച്ചുകൊണ്ട് പുകയ്ക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ മോസ്കിറ്റോ നെറ്റ് പോലെയുള്ള ബാറ്റ് പോലെയുള്ള അവ ഉപയോഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒഴിവാക്കാമെങ്കിലും നാം പശു നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുപാടുകളും നല്ല വൃത്തിയായി സൂക്ഷിക്കുക, തൊഴുത്ത് വൃത്തിയായി സൂക്ഷിക്കുക, സംരക്ഷിക്കുക. അതുപോലെ തന്നെ പശുവിനെ വൃത്തിയാക്കുക. ഇത് ചെയ്താൽ ഒരു 20% ഈ ശല്യത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. തുടർന്ന് നാം ചെയ്യേണ്ട ഒരു വസ്തുത, പല ക്ഷീര കർഷകരും പറഞ്ഞു കേട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, കൊതുകിനെ ഒഴിവാക്കാനായിട്ട് വീടിൽ കൊതുകിനെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ മോസ്കിറ്റോ ബാറ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ദിവസം തുടർച്ചയായി പശുവിൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഈച്ചകളെ കൊല്ലുക തന്നെ. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വലിയ ഈച്ചകളുടെ എണ്ണം കുറഞ്ഞ് ചെറിയ ഈച്ചയായി മാറുന്നതായി കാണാം. പശുവിൻ്റെ പുറത്ത് ഭക്ഷണത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഈച്ചകൾ വലുപ്പം കുറഞ്ഞായി കാണാം. എന്ന് വെച്ചാൽ വലിയ ഈച്ചകളുടെയൊക്കെ എണ്ണം കുറഞ്ഞു എന്ന് തന്നെ അർത്ഥമാക്കേണ്ടതുണ്ട്. ഇത് തുടർച്ചയായി നിന്നുകൊണ്ടിരുന്നാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈച്ച ശല്യമേ ഉണ്ടാകില്ല. ഇനി എന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഈ ഇലക്ട്രിക് മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിച്ചിട്ട് ഇവയെ നശിപ്പിക്കാതിരിക്കുന്നോ അന്ന് തൊട്ട് കുറേശ്ശെ അവയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഒരു ഉത്തരമായി പറയാനുള്ളത്. എന്താണ് പശുവിൻ്റെ ആഹാരം? ഒരു സംശയം വേണ്ട, പശുവിൻ്റെ ആഹാരം പുല്ല്, ഇലകൾ തുടങ്ങിയവയാണ്. അതാണ് പശുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആഹാരം. പക്ഷേ നാം അവയെ വീട്ടിൽ ഇണക്കി വളർത്തുമ്പോൾ അവയ്ക്ക് നിത്യവും പുല്ല് കൊടുക്കാനുള്ള സൗകര്യം ഇല്ലാതാവുന്നു. സൗകര്യം എന്ന് വെച്ചാൽ ലഭ്യത ഇല്ലാതാവുന്നു. അങ്ങനെയുള്ള സമയത്ത് പണ്ട് മുതൽക്ക് തന്നെ പുല്ല് അഥവാ വൈക്കോൽ ഒക്കെ ഉണക്കി സൂക്ഷിച്ചിരുന്നു, അത് കൊടുത്തുകൊണ്ടിരുന്നു. ഇനി തുടർന്നും ഈ പുല്ലിൻ്റെയും വൈക്കോലിൻ്റെയും അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ലിൻ്റെയും ഒക്കെ ലഭ്യത ചില സമയങ്ങളിൽ വീണ്ടും കുറയും. അപ്പോൾ പിന്നെ പലതരം ധാന്യത്തിൻ്റെ തവിടുകളും അത് ചില പ്രത്യേക തരത്തിലുള്ള ധാന്യങ്ങളും ഒക്കെ അവയ്ക്ക് പകരമായി കൊടുത്തു തുടങ്ങി. അതായത് ഭക്ഷ്യ ദൗർലഭ്യം അനുഭവപ്പെട്ടപ്പോൾ പകരം ഫുഡ് കൊടുത്തു തുടങ്ങി എന്ന് മാത്രമേ ഇവിടെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിലുള്ള ആഹാരം പിണ്ണാക്കോ തവിടുകളോ ഒന്നും തന്നെയല്ല, പുല്ല് തന്നെയാണ് ആഹാരം. പക്ഷേ അവ കിട്ടാത്ത സമയത്തിൽ പുല്ലുണക്കി കൊടുത്തു തുടങ്ങി, അതുപോലെ വൈക്കോല് കൊടുത്തു തുടങ്ങി, മറ്റു പല തീറ്റകളും ഒക്കെ കൊടുത്തു തുടങ്ങി. പിന്നീട് പശുവിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചപ്പോൾ പശുവിൻ്റെ കാര്യത്തിൽ ഇന്ന വിറ്റാമിനുകളും മൂലകങ്ങളും അല്ലെങ്കിൽ മിനറൽസും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന രോഗങ്ങൾ ഇല്ലാതാകും, ഇവയൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായി കണ്ടെത്തിയതോടെ അവയുടെ തീറ്റയിൽ ഇവയൊക്കെ ചേർത്തുകൊണ്ടുള്ള മിശ്രിതങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ കാലിത്തീറ്റയാക്കി വിപണിയിൽ എത്തിച്ചു തുടങ്ങി. അപ്പോൾ അത് കൊടുക്കുമ്പോൾ കൃത്യമായി ധാരാളം പാല് കിട്ടുകയും അവയ്ക്ക് രോഗപ്രതിരോധ ശേഷി ഒക്കെ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്ന തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാലിത്തീറ്റ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നീട് അവ ലാഭം കൊയ്യുന്ന രൂപത്തിൽ ചില കമ്പനികൾ ഏറ്റെടുത്ത് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഇവിടെ വിസ്മരിക്കുന്നില്ല. ഇപ്പോഴും ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, പശുവിൻ്റെ യഥാർത്ഥ തീറ്റ എന്ന് വെച്ചാൽ പുല്ല് തന്നെയാണ്, ഇലകൾ തന്നെയാണ്. എല്ലാ ഇലകളും ഇല്ല, ചില പ്രത്യേക ജാതി ഇലകൾ, അത് അവയ്ക്ക് ജന്മസിദ്ധമായി തന്നെ തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യം പിന്നെ പറയാനായിട്ട് സാധിക്കില്ലല്ലോ. പശുവിനെ എല്ലാ ദിവസവും കുളിപ്പിക്കണമോ? അതാണ് ചോദ്യം. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പശുവിനെ കുളിപ്പിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ. കാരണം രാത്രിയിൽ അവ തൊഴുത്തിലായിരിക്കുമ്പോൾ ചാണം, മൂത്രം അവ നിൽക്കുന്ന സ്ഥലത്തിന് വിസർജിക്കുകയും അവിടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കാനും ഇടയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവ
പോയിട്ടില്ലെങ്കിൽ, ശരീരത്തിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ വൃത്തിയാക്കാനായിട്ട് കുളിപ്പിക്കുക എന്ന ഉപാധി സ്വീകരിക്കുന്നു. രണ്ടാമത്തേത്, നല്ല കഠിനമായ വേനൽക്കാലത്ത് അവയ്ക്ക് ശരീരത്തിൽ ചൂട് കൂടുതലായിരിക്കും. ആ സമയത്ത് ഇതുപോലെ തന്നെ കുളിപ്പിക്കാറുണ്ട്. അതും ചെയ്യരുതാത്ത ഒരു കാര്യമുണ്ട്. നല്ല വെയിലത്ത് നിൽക്കുന്നൊരു പശുവിനെ കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തണുത്ത വെള്ളം ഒഴിക്കരുത്. ആ കാര്യം പ്രത്യേകം പറയുന്നു. ഈ ലോജിക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും പശുവിനെ കുളിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം. പശുവിനെ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യണമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ബ്രഷ് ചെയ്താൽ രക്തോട്ടം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊലിയിലെ രോമങ്ങൾ വൃത്തിയായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് കടിച്ചു പിടിച്ചിരിക്കുകയാണെങ്കിൽ പോലും ബ്രഷ് ചെയ്തുന്ന വഴി അത് പോകും. അതുമാത്രമല്ല, ഇത്രയും വലിയ ശരീരമല്ലേ, അതിൻ്റെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഒരു മുറിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ നാം അത് വ്യക്തമായി കാണും. എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രഷ് ചെയ്യുന്ന വ്യക്തിയോട് പശുവിന് ഏറെ സ്നേഹം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു അടുപ്പവും കാണിക്കുകയൊക്കെ ചെയ്യും. അതാണ് പശുവും ക്ഷീരകർഷകനുമായുള്ള ബന്ധം. പശുവിന് തലോടൽ ഇഷ്ടമാണ്, തൊടുന്നത് ഇഷ്ടമാണ്, അടുത്തഴുകുന്നത് ഇഷ്ടമാണ്. അത് ബ്രഷിങ്ങിലൂടെ ആയാൽ ഏറ്റവും നല്ലത് എന്നേ പറയാനൊക്കൂ. പശുവിന് ബേക്കറി പലഹാരങ്ങൾ കൊടുക്കാമോ? ചിലരുണ്ട് വളർത്തുമൃഗങ്ങളോട് ഉള്ള സ്നേഹം അഥവാ ഇഷ്ടം കാണിക്കാനായി ഇത്തരത്തിലുള്ള കേക്കുകൾ, മറ്റ് ബിസ്ക്കറ്റുകൾ, മറ്റ് മധുര പലഹാരങ്ങളൊക്കെ പശുവിന് കൊടുക്കാറുണ്ട്. അത് അവയുടെ ദഹന വ്യവസ്ഥയ്ക്ക് തകരാറ് വരുത്തും. ചിലപ്പോൾ അധികമായാൽ മരണത്തിലേക്ക് തന്നെ നയിച്ചേക്കാം. ആയതിനാൽ ഇത്തരം വസ്തുക്കൾ കൊടുക്കരുത്. പല വീടുകളിലും പിറന്നാൾ, ഓണം, വിഷു മുതലായ ആഘോഷാവസരങ്ങളിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം ധാരാളമായി കൊടുക്കാറുണ്ട്. അത് ചെയ്യരുത് എന്ന് മാത്രമേ പറയാനൊക്കൂ. ഓർക്കുക, പശുവിൻ്റെ ആഹാരം പുല്ലാണ്. തീറ്റ കൂടുതൽ കൊടുത്താൽ പാൽ കൂടുമോ? ഒരു പശുവിൻ്റെ പാലുൽപാദനം എന്ന് പറയുന്നത് അതിൻ്റെ ജനിതകപരമായ ശേഷിയാണ്. പാലുൽപാദനവും തീറ്റയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ബന്ധമുണ്ട്. തീറ്റ അമിതമായി കുറഞ്ഞാൽ പാലുൽപാദനം കുറയും. തീറ്റ ആവശ്യത്തിനുണ്ടെങ്കിൽ പാലുൽപാദനം അതിനനുസരിച്ച് തന്നെ ഉണ്ടാകും. എന്ന് വെച്ച് വളരെയധികം അല്ലെങ്കിൽ ഇരട്ടിയിലധികം തീറ്റ കൊടുത്തു എന്ന് വെച്ച് പാൽ അതിനനുസരിച്ച് അമിതമായി കൂടണമെന്നില്ല എന്ന വസ്തുത മനസ്സിലാക്കുക. പശുവിന് മത്സ്യം, മാംസം തുടങ്ങിയ ആഹാരം കൊടുക്കാമോ? തീർച്ചയായും പാടില്ല. ഇതൊന്നും തന്നെ പശുവിന് ശരീരത്തിന് യോജിച്ചല്ല. ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ മാഡ് കൗ ഡിസീസ് എന്ന രോഗം വന്നത് കാലിത്തീറ്റയിൽ പാലുൽപാദനം വർദ്ധിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ പശുവിൻ്റെ തടി കൂടുന്നതിന് വേണ്ടിയും തൂക്കം കൂടുന്നതിന് വേണ്ടിയും കാലിത്തീറ്റയിൽ മാംസോൽപ്പന്നങ്ങൾ ചെറുതായി കൂട്ടിക്കലർത്തി കൊടുത്തതിൻ്റെ പേരിൽ മാഡ് കൗ ഡിസീസ് വന്ന കാര്യം ഓർക്കുക. പത്രവാർത്തകളൊക്കെ അന്ന് നിറഞ്ഞു നിന്നിരുന്നു. ധാരാളം പശുക്കളാണ് ഈ ഡിസീസ് വന്ന് ചത്തൊടുങ്ങിയത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പശുക്കുട്ടിയെ വാങ്ങുകയാണെങ്കിൽ 2 എണ്ണത്തിനെ വാങ്ങണം എന്ന് പറയുന്നതിലെ യുക്തി ഏതാണ്? നമുക്കറിയാം പശു ഒരു സമൂഹ ജീവിയാണ് എന്ന കാര്യം. ഒരു പശുക്കുട്ടിയെ മാത്രമായി വാങ്ങുകയാണെങ്കിൽ അതിന് വൈകാരികപരമായ പ്രശ്നങ്ങളുണ്ടാവും. തുടക്കത്തിൽ ഏറെ മാസങ്ങളോളം ഒരു ഇണക്കക്കുറവ്, അടുപ്പക്കുറവ് ഒക്കെ കാണിച്ചെന്നിരിക്കാം. നേരെ മറിച്ച് 2 എണ്ണമുണ്ടെങ്കിൽ അവ തമ്മിൽ പെട്ടെന്ന് അടുപ്പം ആകാനും, അല്ലെങ്കിൽ അടുപ്പമായില്ലെങ്കിൽ പോലും അവയ്ക്ക് മനസ്സിന് ഒരു ആശ്വാസം കിട്ടാനും അത് സഹായിച്ചെന്നിരിക്കാം. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു യുക്തി പറയുന്നത്. മാത്രമല്ല, ഒരെണ്ണത്തിനെ പരിപാലിക്കുന്നതും 2 എണ്ണത്തിനെ പരിപാലിക്കുന്നതും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമേ പണിയുടേതായാലും ആഹാരത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വരികയുള്ളൂ എന്ന യുക്തിയും ഇതിന് പിന്നിലുണ്ട്. ഈ കാലഘട്ടത്തിൽ പശു വളർത്തൽ ലാഭകരമാണോ? തീർച്ചയായും. ഏതൊരു സംഗതിയും ഏതൊരു ഉൽപ്പാദനവും ആകണമെങ്കിൽ അതിൻ്റെ വിപണനത്തെ ആശ്രയിച്ചിരിക്കുന്നു, വിപണന സാധ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. പല കർഷകരും ലാഭകരമായി തന്നെ പശുവിൽ നിന്ന് പാല്, മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വിപണനം വേണ്ട രൂപത്തിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ വില കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കമ്പോളം അറിഞ്ഞ്
അതിനനുസരിച്ച് പശുവിൽ നിന്ന് കിട്ടുന്ന പശു വളർത്തലുമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ ആവശ്യക്കാർക്ക് കൊടുക്കാനോ വില നിശ്ചയിക്കാനോ ഉള്ള സംവിധാനങ്ങൾ പല കർഷകർക്കും ഇല്ലാത്തതിനാൽ അവർക്ക് നഷ്ടം സംഭവിക്കുന്നു. പക്ഷേ ചില കർഷകരുണ്ട്, അവർ വളർത്തുന്നവ അവർക്ക് വിപണനം ചെയ്യാനുള്ള കരുത്തുണ്ട്, അത് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്, കച്ചവട താല്പര്യങ്ങളുണ്ട്, കച്ചവട മൂല്യങ്ങളുണ്ട് എന്നിവയൊക്കെ വെച്ചുകൊണ്ട് അവർ കമ്പോളത്തിൽ പയറ്റുമ്പോൾ അവർ വിജയിക്കുന്നുണ്ട്. പരാജയപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പശുവിൻ്റെ പാലിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതുപോലെ തന്നെ മറ്റുൽപ്പന്നങ്ങൾ മോര്, തൈര്, വെണ്ണ, അതുപോലെ ഗോമൂത്രം, ചാണകം തുടങ്ങിയവയൊക്കെ വിപണനം കിട്ടാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് കർഷകൻ എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ പശു വളർത്തൽ പരാജയപ്പെടാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സാധ്യത, അതിന് തുക നിശ്ചയിക്കാനുള്ള ശേഷിയും പ്രസ്തുത കർഷകനുണ്ടായിരിക്കണം. ഒരു കർഷകൻ തൊട്ടടുത്ത് തന്നെ അയൽപ്പക്കത്ത് തന്നെ വിജയിച്ചു എന്ന് കരുതി എല്ലാവരും ആ ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മുൻപ് വിജയിച്ച കർഷകനെ പരാജയപ്പെടുത്താനും അത് സാധ്യതയുണ്ട്. ഈ കച്ചവടം ചെയ്യുന്ന മാതിരി തന്നെ ഒരു സെൻറ്ററിൽ ഒരു ബിസിനസ് വിജയിച്ചെന്ന് കരുതി 2 മാസം കഴിയുമ്പോൾ അതേ ബിസിനസ് തന്നെ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥയും. അപ്പോൾ കൃഷിയിലാകട്ടെ പശു വളർത്തലിലാകട്ടെ വിജയിക്കണമെങ്കിൽ വിപണനം മനസ്സിലാക്കിയേ സാധിക്കുള്ളൂ. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പശുവിനെ വളർത്താൻ ഇഷ്ടമാണ്, വളർത്തുന്നുമുണ്ട്. പക്ഷെ മക്കൾക്കും ഭാര്യയ്ക്കും താല്പര്യമില്ല. എന്തു ചെയ്യും? ഇത് ഒരു വൈകാരികപരമായ ഒരു സംഗതിയായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ചിലർക്ക് ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ വ്യക്തിപരമായി തന്നെ ഉണ്ടല്ലോ, അതുകൂടി കണക്കിലെടുക്കേണ്ടതല്ലേ എന്ന് ഈ സന്ദർഭത്തിൽ പറയാനൊക്കെയുള്ളൂ. എന്നിരുന്നാലും ഒരു കാര്യമുണ്ട്, പല 2 രൂപത്തിൽ പശു വളർത്തൽ നടക്കുന്നുണ്ട്. ചില വീടുകളിൽ പശുവിനെ വളർത്തുമ്പോൾ അവ നല്ല വൃത്തിയോടുകൂടി തൊഴുത്ത് പശു ഒക്കെ ക്രമീകരിച്ച് പരിപാലിച്ചു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ ആ കുടുംബത്തിലെ എല്ലാവരും തന്നെ ഇടപെടുന്നത് കാണാം. പശുവിനെ, ചില പ്രത്യേക തരത്തിലുള്ള പശുവിനെ കാണാനായിട്ട് മറ്റു പല സ്ഥലത്തു നിന്ന് പോലും ആളുകൾ എത്തിച്ചേരാറുണ്ട്. ആ പശുക്കളെ എടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. അവിടുത്തെ കുട്ടികൾ പശുവുമായി കളിക്കാറുണ്ട്. ഇതൊക്കെ സത്യമാണ്. അത് മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലെ സംസ്കാരമായി എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവയൊക്കെ കുട്ടികൾക്ക് നൽകുന്നത് കുടുംബത്തിലെ അംഗങ്ങളും മുതിർന്ന അംഗങ്ങളുമാണ്. ചില സ്ഥലങ്ങളിൽ പശുക്കളോട് വെറുപ്പ് തോന്നാനുള്ള ഒരു പ്രധാന കാരണമായി കാണുന്നത് തൊഴുത്തിൻ്റെ വൃത്തിയില്ലായ്മ, പശുവിനെ വൃത്തിയായി സൂക്ഷിക്കാത്തത്, അതുപോലെ തന്നെ അതിൻ്റെ മറ്റു പരിപാലന രീതികൾ എന്നിവയാണ്. അതിനാൽ അവയൊക്കെ ഒഴിവാക്കി പശുവുമായി സൗഹൃദം പുലർത്തുന്ന വേളകളിൽ സന്തോഷകരമായ അനുഭവം പങ്കുവയ്ക്കാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുത്തു നോക്കൂ. അപ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. പശുവിന് ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടോ? സാധാരണ കാറിൻ്റെ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുടെ മിററിനൊക്കെയാണ് ബ്ലൈൻഡ് സ്പോട്ട്സ് പറയാറ്. എന്നാൽ പശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് പല വ്യക്തികളും അവകാശപ്പെടുന്നത്. പശുവിൻ്റെ മൂക്കിന് നേരെ മുന്നിലായി ഒന്നാമത്തെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അതുപോലെ തന്നെ വാലിന് നേരെ പിറകിലായി രണ്ടാമത്തെ ബ്ലൈൻഡ് സ്പോട്ടും ഉണ്ട്. അങ്ങനെ ആകെ 2 ബ്ലൈൻഡ് സ്പോട്ടുകൾ പശുവിനുണ്ടത്രേ. പശുവിനെക്കുറിച്ച് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് എന്ത്? മുമ്പേ ഗമിക്കും ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന കാര്യമാണ് പശുവിനെ പറഞ്ഞത്. വളരെ അർത്ഥവത്തായ ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റാണ് എന്നുകൂടി പറയുന്നു. പശുവിനെക്കുറിച്ചുള്ള പ്രസിദ്ധമായ പഴഞ്ചൊല്ലുകളേവ: ഒന്നാമത്തെ, പശു പല നിറം, പാൽ ഒരു നിറം. 2, പശു കറുത്തത് എന്ന് വെച്ച് പാലും കറക്കുമോ? 3, ദാനം കിട്ടിയ പശുവിൻ്റെ വായിലെ പല്ല് എണ്ണരുത്. 4, പശു ചത്താലും മോരിലെ പുളി പോകില്ല. 5, പശുവിന് കാടി കൊടുത്താലും ചുരത്തുന്നത് പാല് തന്നെ. പശുവിന് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്.
11 എണ്ണമാണ് ഉള്ളത്. എ, ബി, സി, എഫ്, ജെ, എൽ, എം, ആർ, എസ്, ടി, സെറ്റ് എന്നീ 11 ഗ്രൂപ്പുകൾ പശുവിനുണ്ട്. വലുപ്പം കൂടിയ പശുക്കൾ കൂടുതൽ പാൽ തരുമോ? അത്തരത്തിലുള്ള ഒരു ബന്ധം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല. അതായത് പശുവിൻ്റെ വലുപ്പവും അവയുടെ പാലുൽപാദന ശേഷിയും തമ്മിലുള്ള ബന്ധം ആണ് ഇവിടെ പറയുന്നത്. എന്നിരുന്നാലും ചിലപ്പോൾ ചില വലിയ പശുക്കൾ കൂടുതൽ പാൽ നിന്നിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്കുള്ള കാസർഗോഡ് കുള്ളൻ തുടങ്ങിയവ കുറച്ച് പാലേ കിട്ടുന്നുള്ളൂ എന്നിവ വെച്ചുകൊണ്ട് ചിലർ അങ്ങനെ പറയാറുണ്ട്. ഉദാഹരണത്തിന് വലിയ പശുവായ ഗിർ, സഹിവാൾ തുടങ്ങിയവയൊക്കെ കൂടുതൽ പാൽ വേണമെങ്കിൽ തരാം, കംഗ്രേജ് തുടങ്ങിയവയൊക്കെ കൂടുതൽ പാൽ തരാം. പക്ഷേ പശുവിൻ്റെ വലുപ്പം കൂടുന്തോറും പാലുൽപാദന ശേഷി വർദ്ധിക്കുന്ന രീതിയിലുള്ള ബന്ധം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്നേ ഇവിടെ പറഞ്ഞുള്ളൂ. പശുവിന് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഏറെ രസകരവും ചിന്തിപ്പിക്കുന്നതുമായ ഒരു ചോദ്യം. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നും അതിന് ആ കാര്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ റിസർച്ചുകൾ നടത്തിയപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധമുള്ള കാര്യമാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. പശു പുല്ല് തിന്നുന്നു എന്നറിയാം. പുല്ല് അതിൻ്റെ ആമാശയത്തിലെ ആദ്യത്തെ അറയായ റൂമിനിലേക്കാണ് എത്തുന്നത്. രണ്ടാമതും പുല്ല് അയവെട്ടുമ്പോൾ ചവച്ചരിക്കപ്പെടുന്നുണ്ട്, വീണ്ടും റൂമിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ വെച്ച് ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. ഈ ഫെർമെൻറ്റേഷൻ പ്രക്രിയയിൽ മീഥേൻ എന്ന വാതകം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കുറേയൊക്കെ അതിൻ്റെ വായിൽ കൂടി മീഥേൻ വാതകം ധാരാളമായി പുറത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകത്തോടൊപ്പം ചെറിയ തോതിലും പുറത്തു പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പശു ഉൽപ്പാദിപ്പിക്കുന്ന വാതകത്തിൻ്റെ അളവ് ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കി. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. അത് ഏറെ അധികം തന്നെയാണ്. അത് വെച്ചുകൊണ്ട് ഒരു പ്രദേശത്തുള്ള പശുക്കളുടെ അളവ് അവർ കണ്ടെത്തി. അപ്പോൾ അത്രയ്ക്കും മീഥേൻ വാതകം ഇത്തരം പശുക്കൾ ഉൽപ്പാദിപ്പിക്കൂ എന്നുള്ള വസ്തുതയാണ് അതിഭീകരമായി തോന്നിയത്. ഇത് ഓസോൺ പാളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിലേക്ക് അവരെത്തിച്ചേർന്നു. അതാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പശു ഒരു പ്രശ്നമാണ് എന്ന് വെച്ചാൽ പശുവിൻ്റെ അമിതമായ എണ്ണം, പല സ്ഥലങ്ങളിലും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമിതമായ എണ്ണം കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇപ്പോഴെന്നല്ല ഭാവിയിലും പ്രശ്നമാണ് ഇത്തരത്തിൽ എന്ന് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും വേറെ റിസർച്ചുകൾ ഉണ്ടാകുമോ എന്ന് അറിയില്ല ഇക്കാര്യത്തിൽ. പശുവിന് മൂക്കുകയർ ഇടുന്നത് നല്ലതാണോ? പശുവിന് തീർച്ചയായും നല്ലതല്ല. കാരണം മൂക്കുകയർ ഇടാനായിട്ട് അതിൻ്റെ മൂക്ക് തുളച്ച് ഒരു കയറ് ഇട്ട് ഇരിക്കണം. അത് പശുവിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടവുമല്ല, നല്ലതുമല്ല. അത് പഴുക്കാനും മറ്റുമൊക്കെ ഇടവരും. അതിന് ദ്വാരം വലുതാവും. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് ഇടയുണ്ട്. പക്ഷേ ഇണങ്ങാത്ത പശുവാണ്, നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരാൾക്ക് കൊണ്ടിറക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഉടമസ്ഥന് ഇതൊരു സഹായകമായി തീരാറുണ്ട് മൂക്കുകയർ. അവന് പശുവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസരത്തിൽ കയറ് വട്ടക്കയറുമായി ബന്ധപ്പെടുത്തി ഒക്കെ പശുവിനെ നിയന്ത്രിച്ച് കൊണ്ടുകൊടുക്കാൻ പറ്റുന്നതാണ്. പശുവിനെ തൊഴുത്തിൽ മാത്രം കെട്ടിയിട്ട് വളർത്തുന്നതിനെക്കുറിച്ച് അഭിപ്രായമെന്ത്? തീരെ മോശം അഭിപ്രായമാണ്. പശുവിനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണെങ്കിലും ക്രമേണ ശീലം കൊണ്ട് അത് ശീലിച്ചോളും. പശു എന്നതൊരു ജീവിയാണ്. ഏതൊരു ജീവിക്കും ഒരു കൂടിലിട്ട് വളരാനായിട്ട് തീരെ താല്പര്യമില്ല. പ്രകൃതിയിൽ സ്വച്ഛന്തം, വായുവും വെളിച്ചവും വെയിലുമൊക്കെ കൊണ്ട് നീങ്ങാനാണ് അതിന് താല്പര്യം. പശു മേഞ്ഞ് നടന്ന് പുല്ല് തിന്നുന്ന ഒരു ജീവി കൂടിയാണ്. അതിന് യഥാർത്ഥ ആരോഗ്യം കിട്ടണമെങ്കിൽ, യഥാർത്ഥത്തിൽ നല്ല പാല് കിട്ടണമെങ്കിൽ കാറ്റും സൂര്യപ്രകാശവും ഒക്കെ കൊണ്ട്, വെയിൽ കൊണ്ട് പുല്ല് തിന്ന് വ്യത്യസ്ത ഇനം പുല്ലുകളൊക്കെ കഴിച്ച് നടന്ന് നീങ്ങണം, വ്യായാമം കിട്ടണം. അതിനാൽ കഴിയുന്നത്ര പശുവിന് വെയിലത്ത് മേയാനൊക്കെ ആയിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ, പറമ്പിൽ മേയാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഏറെ നല്ലതാണെന്ന കാര്യം പറയുന്നു. പശുവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് ദേശീയ ലെവലിൽ അംഗീകാരം ലഭിച്ച കേരളീയ വനിത ആരാണ്? ഡോക്ടർ ശോശാമ ഐപ്പ്. വെച്ചൂർ പശുവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലൂടെ, അതിൻ്റെ സംരക്ഷണത്തിലൂടെ ദേശീയ ലെവലിൽ അംഗീകാരം ലഭിച്ചു. പത്മശ്രീയും ലഭിച്ചു. പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെടുത്തി ദേശീയ നിലയിൽ അംഗീകാരം ലഭിച്ച മലയാളി ആരാണ്?
ഇന്ത്യയിൽ ധവള വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. മിൽമയുടെ ചെയർമാനായിരുന്നു. ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പാലുൽപാദന രാജ്യങ്ങൾ ഒന്നാക്കി മാറ്റിയതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. പശുവിൻ്റെ പ്രസവം കഴിഞ്ഞ് ആദ്യ മതിയിൽ തന്നെ കുത്തിവെക്കണമെന്ന അഭിപ്രായം എങ്ങനെ? പശു വളർത്തൽ സാമ്പത്തികമായി ലാഭകരമാകണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന അഭിപ്രായമാണ് പലരും നിർദ്ദേശിക്കപ്പെടുന്നത്. അതായത് പ്രസവം കഴിഞ്ഞ് ആദ്യ മതി 45 ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തന്നെ കുത്തിവെച്ച് കഴിഞ്ഞാൽ സമയനഷ്ടമില്ലാതെ വീണ്ടും ഗർഭം ധരിക്കുകയും വീണ്ടും പ്രസവിക്കുകയും പാലുൽപാദനം ഉണ്ടാവുകയും അങ്ങനെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയും ചെയ്യും. എന്നാൽ ചില പശുസ്നേഹികൾ പറയുന്നത് ഇത് നല്ലതല്ല എന്നാണ്. കാരണം ഒരു പ്രസവം കഴിഞ്ഞ് 45 ദിവസം കഴിയുമ്പോഴേക്കും വേറൊരു പ്രസവത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നത് മാനസികമായും വൈകാരികപരമായും പശുവിന് ദോഷം ചെയ്യുമെന്ന നിലപാടാണ് അവർക്കുള്ളത്. അവർ പറയുന്നത് ഏതാനും നാളുകൾ വീണ്ടും മാസങ്ങൾ കഴിഞ്ഞു മതി എന്നുള്ള രീതിയിൽ നിലകൊള്ളുന്ന ആളുകളും ഉണ്ട്. പശുവിന് കാടിവെള്ളം അഥവാ കഞ്ഞിവെള്ളം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത്? നമുക്കറിയാം, പശുവിന് ചോറുമായി ബന്ധപ്പെട്ട കഞ്ഞി അതുപോലെ തന്നെ മറ്റുള്ളവയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പശുവിൻ്റെ ദഹനം തകരാറാവുകയും ആരോഗ്യസ്ഥിതി മോശപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഉപോൽപ്പന്നം പോലെയുള്ള കാടിവെള്ളം അഥവാ കഞ്ഞിവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ തോതിൽ പോലും ആണെങ്കിലും അതിൻ്റെ ദഹനം തടസ്സപ്പെടുന്ന ഉറപ്പാണ്. പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ടുകൊണ്ട് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം. പശുവിനെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അയാൾ നടക്കേണ്ടത് മുന്നിലാണോ അതോ പിന്നിലാണോ? ഉത്തരം തീർച്ചയായും പശുവിൻ്റെ പിന്നിൽ പശുവിൻ്റെ കയറ് പിടിച്ചാണ് നടക്കേണ്ടത്. കാരണം ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ വല്ല പ്രശ്നവും കണ്ട് പശു പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്ത് ഓടാനോ മറ്റോ സാധ്യതയൊക്കെ ഉണ്ടായാൽ ഈ വ്യക്തിക്ക് ഒരു പ്രശ്നവും സംഭവിക്കില്ല. മറിച്ച് വ്യക്തി മുന്നിലാണ് നടക്കുന്നതെങ്കിൽ പശു പരിഭ്രമിച്ച് ഓടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പശുക്കുട്ടിയെ ചെറുതിലെ വാങ്ങിയതാണ്. അപ്പോൾ നല്ല ഇണക്കമായിരുന്നു. അതിൻ്റെ ശരീരത്തിൽ എവിടെയും തൊടാമായിരുന്നു. പക്ഷേ പ്രായമായപ്പോൾ അത് സമ്മതിക്കുന്നില്ല. എന്താണ് അതിന് കാരണം? പല കേസുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പശുക്കുട്ടിയെ ചെറുതിലെ തന്നെ ഇണക്കി എല്ലാ ഭാഗത്തും സ്പർശിക്കുകയും തലോടുകയുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് നിത്യവും തുടരണം, വലുതാകുമ്പോഴും തുടരണം. അതിൻ്റെ കാലുകളിലും മുഖത്തും അകിടിലും ഒക്കെ കൈകൊണ്ട് തൊടുകയും തലോടുകയും ഒക്കെ വേണം. എന്നാൽ മാത്രമേ അത് വലുതാകുമ്പോൾ അതിൻ്റെ ശരീരത്തെ തൊടാനായി അനുവദിക്കുകയുള്ളൂ. മാത്രമല്ല, അങ്ങനെ ഇണക്കം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അത് പ്രസവിക്കുമ്പോൾ അകിടിൽ കറക്കാനും മറ്റും പ്രശ്നം കാണിക്കും, കാല് എറിയും എന്നാണ്. അതിനാൽ പശുവിൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പം മുതലേ തന്നെ പശുവുമായി സമ്പർക്കത്തിൽ വരികയും അതിന് തലോടുകയും അതിന് വെള്ളം കൊടുക്കുകയും അതിൻ്റെ അകിടിലും മൂലക്കാമ്പുകളിലും കാൽഭാഗത്തും പിൻഭാഗത്തുമൊക്കെ സ്പർശിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ അതിന് ഇണക്കമുണ്ടാകുകയുള്ളൂ. പ്രസവിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ലാതെ കണ്ട് കറക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് അച്ഛനമ്മമാരും ടീച്ചേഴ്സും കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. പശുവിനെയും ഇണക്കി വളർത്തുക എന്നത് ഒരു പ്രത്യേക കലയാണ്, ഒരു രീതിയാണ്, ഒരു ശൈലിയാണ്. എന്നാൽ മാത്രമേ പശു വളർത്തൽ നന്നായി വിജയിക്കുകയുള്ളൂ. നമുക്ക് പശു വളർത്തൽ ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിൽ ചില പശുക്കളുടെ പാലിന് ലിറ്ററിന് 250-300 രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്നത്? അതിന് കാരണമായി പറയുന്നത് അത് നാടൻ പശുക്കളുടെ പാൽ ആയിരിക്കാം. ഒന്നാമത്തെ കാരണം, നാടൻ പശുക്കളെന്ന് വെച്ചാൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ഉള്ള പശുക്കളെ എന്നർത്ഥം ആക്കാവുന്നതാണ്, ചുരുക്കി പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം, നാടൻ പശുക്കളുടെ പാൽ മാത്രമായതുകൊണ്ട് കാര്യമില്ല. അവയുടെ ഭക്ഷണം, ജീവിത രീതി തുടങ്ങിയവയൊക്കെ ആരോഗ്യപ്രദമായിരിക്കാം. പുല്ല് മാത്രം തിന്നുകൊണ്ട് ജീവിക്കുന്ന പശുവായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള പശുവിന്, ആരോഗ്യമുള്ള പശുവിന്, ദിവസവും വെയിൽ കൊള്ളുന്ന പശുവിന്, ദിവസവും പറമ്പിൽ മേയുന്ന പശുവിന് അവയുടെയൊക്കെ
നല്ല ആരോഗ്യമുണ്ടായിരിക്കാം. അവയിൽ നിന്ന് കിട്ടുന്ന പാലിന് ഗുണമേന്മ കൂടുതലായിരിക്കാം. അവയിൽ നിന്ന് അധികമായി പാല് ലഭിക്കുകയുമില്ല. ഇത്തരത്തിലുള്ള പശുവിൻ്റെ പാലിന് വില കൂടുതലാണ്. ഇതൊക്കെ വാങ്ങുന്നത് ഒരു വിശ്വാസ്യതയുടെ പേരിലാണ്. നേരിൽ കണ്ടും മനസ്സിലാക്കിയും രുചിച്ചു നോക്കിയും വ്യത്യാസം അറിഞ്ഞും വിശ്വാസ്യതയുടെ പേരിൽ ഇത്തരത്തിലുള്ള പാൽ ഉയർന്ന വില കൊടുത്ത് ആളുകൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഈ വിശ്വാസ്യത കൈവരിക്കണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ സാധ്യമല്ല. കുറച്ച് സമയമെടുക്കും ആ പ്രദേശത്ത് ഈ വില കിട്ടണമെങ്കിൽ. ചിലരുടെ വീട്ടിലെ പശുവും തൊഴുത്തുമൊക്കെ വൃത്തിയിൽ കാണപ്പെടുന്നു. ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന സംഗതി എന്ത്? ഒന്ന്, അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ തൊഴുത്ത് സൗകര്യമുള്ളതായിരിക്കാം. തൊഴുത്തിൽ വീഴുന്ന ഗോമൂത്രം ചെരിഞ്ഞ് ചാലുകളിലേക്ക് പോകാൻ തക്ക രൂപത്തിൽ ഉള്ള ചെറിയ ചെരിവ് ഉണ്ടായിരിക്കാം. പകൽ സമയത്ത് പശുക്കളെ തൊഴുത്തിൽ കെട്ടുന്നുണ്ടാകില്ല. രാത്രിയിൽ പശു ചാണകമിട്ട് കഴിഞ്ഞാൽ അത് ആ ഉടമസ്ഥൻ കിടക്കുന്നതിന് മുമ്പേ അവ നീക്കം ചെയ്യുന്നുണ്ടായിരിക്കും. തുടർന്ന് പശുവിനെ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തൊഴുത്ത് ഓരോ ദിവസവും വൃത്തിയാക്കുന്നുണ്ടായിരിക്കും. മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് വൃത്തിയാക്കുന്നുണ്ടായിരിക്കും. ഇത്തരം സംഗതികൾ ദിവസേന ചെയ്യുകയാണെങ്കിൽ പശു തൊഴുത്ത് വൃത്തിയായിരിക്കും. അതായത് തൊഴുത്തിൽ വീഴുന്ന മൂത്രം ചെരിഞ്ഞ് ഓവുചാലിലൂടെ പുറത്തേക്ക് പോവുകയും ചാണം ഉടമസ്ഥൻ കിടക്കുന്നതിന് മുമ്പ് ഒരു 9-10 മണിയോടുകൂടി ഒരു പ്രാവശ്യം വൃത്തിയാക്കുകയും തുടർന്ന് കാലത്ത് പശുവിനെ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തൊഴുത്ത് വീണ്ടും വൃത്തിയാക്കുകയും ചെയ്യുന്ന ആ രീതി ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല പുറത്തേക്ക് പോകുമ്പോൾ പശുവിൻ്റെ ശരീരം വൃത്തിയായി ബ്രഷ് ചെയ്യുകയും അഴുക്കുകളുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുകയുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് പശുവിനും തൊഴുത്തിനും വൃത്തിയായി സൂക്ഷിക്കാനായി നല്ലൊരു രീതിയാണ്. ആൻറ്റിബയോട്ടിക് ചികിത്സയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പശുവിൻ്റെ പാൽ ഉപയോഗിക്കാമോ? അത് ആ പ്രസ്തുത ആൻറ്റിബയോട്ടിക്കിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയാറുള്ളത്. എങ്കിലും ആ പ്രസ്തുത മരുന്നിൻ്റെ പ്രവർത്തന രീതി ഡോക്ടറോട് ചോദിച്ചറിഞ്ഞ് തുടർന്ന് ഡോക്ടറുടെ ഉപദേശപ്രകാരം കാര്യങ്ങൾ അനുവർത്തിക്കുന്നതാണ് ബുദ്ധിപരം. പശുവിന് രാത്രിയിൽ അപകടകരമായ അസുഖം കണ്ടാൽ എന്തു ചെയ്യണം? കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും 24 മണിക്കൂറും, അതായത് രാത്രി പോലും ഒരു മൃഗഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ആ മൃഗഡോക്ടറുടെ പേരും ഫോൺ നമ്പറും എല്ലാ മൃഗാശുപത്രികളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പശു വളർത്തുന്ന വ്യക്തി ആ ഫോൺ നമ്പർ എപ്പോഴും കയ്യിൽ വയ്ക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ ഉടനെ തന്നെ പ്രസ്തുത ഡോക്ടറുമായി ബന്ധപ്പെട്ട് ആവശ്യം വേണ്ടുന്ന ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഫ്രീസ് വാൾ പശുക്കളുടെ പ്രത്യേകത എന്ത്? ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലും ഇന്ത്യൻ മിലിറ്ററി കന്നുകാലി വളർത്തൽ കേന്ദ്രങ്ങളും സംയുക്തമായി 1985 രൂപം കൊടുത്ത സങ്കര പ്രജനന പദ്ധതിയിലൂടെ ഉരുത്തിരിഞ്ഞ സങ്കര കന്നുകാലി ഇനമാണ് ഫ്രീസ് വാൾ. അത്യുൽപാദന ശേഷിയുള്ള വിദേശ ഇനം ഹോൾസ്റ്റൈൻ ഫ്രീഷിൻ്റെയും ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും താപസമ്മർദ്ദത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള സ്വദേശിയായ സഹിവാൾ ഇനവും ചേർന്ന സങ്കരയിനമാണ് ഇവ. അതായത് 62% ഹോൾസ്റ്റൈൻ ഫ്രീഷിൻ്റെയും 38% സഹിവാളിൻ്റെയും വർഗ്ഗഗുണമാണ് ഫ്രീസ് വാൾ പശുക്കളിൽ ഉള്ളത്. സെക്സ്ഡ് സെമൻ എന്നാൽ എന്ത്? പശുക്കുട്ടികളെ മാത്രം പ്രസവിപ്പിക്കാനായി രൂപം കൊടുത്ത ഒരു പ്രക്രിയയാണ് സെക്സ്ഡ് സെമൻ. ഈ സെമൻ ഇൻസെമിനേഷൻ ചെയ്തുകൊണ്ട് പശുക്കുട്ടികളെ മാത്രം പ്രസവിപ്പിക്കുന്നു. പശുവിനെക്കുറിച്ച് ധാരാളം വായിച്ചും പല വ്യക്തികളോടും ചോദിച്ചു മനസ്സിലാക്കിയും പല വെറ്ററിനറി ഡോക്ടർമാരുമായി സംസാരിച്ചും അതുപോലെ തന്നെ കൃഷിക്കാരുമായുള്ള ക്ഷീരകർഷകരുമായുള്ള അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചും ഒക്കെ നേടിയെടുത്ത അറിവുകളെ ഒന്ന് ക്രോഡീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ 12 ആയേക്കാം,
നെല്ലും പതിരും സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ അറിവുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. എങ്കിലും സാധാരണയായി പശു വളർത്തലിലേക്ക് പ്രവേശിക്കുന്നവർ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രീയതയ്ക്കൊപ്പം പ്രായോഗികത പഴയ ക്ഷീരകർഷകരുടെ അറിവിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനോട് സഹകരിക്കണമെന്ന വിനീതമായ അപേക്ഷയോട് കൂടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലായിട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, സാധാരണഗതിയിൽ പശു വളർത്തുന്നവർക്ക് ഒരു സാധാരണ പാവപ്പെട്ട പശു കർഷകന് അവനെ സഹായിക്കാൻ, അവന് വേണ്ട വിദഗ്ധോപദേശം നൽകാൻ പലയിടത്തും ആരുമില്ല എന്ന സംഗതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് തുടക്കമിട്ടതെന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.